ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ലെൻസ് എന്ന തമിഴ് മൂവിനെ കുറിച്ചിട്ടാണ്. വീഡിയോ കോൾ വഴി പരിചയമില്ലാത്ത പെണ്ണുങ്ങളുമായിട്ട് മോശമായ രീതിയിൽ ബന്ധപ്പെടുന്ന നായകന് സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു ഫ്ലാറ്റ് കാണിക്കുകയാണ്. ഇവിടെയാണ് നായകനായ അരവിന്ദും അവന്റെ ഭാര്യ സ്വാതിയും താമസിച്ചു വരുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങളായി. ഇവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഉള്ളത് ഇവരുടെ പാരന്റ്സിന്റെ വീട്ടിലാണ്. അതായത് കറന്റ് ഇവരുടെ ഫ്ലാറ്റിൽ ഇവർ രണ്ടുപേരും ഉള്ളൂ എന്ന് കാണിക്കുന്നു. ഈവനിംഗ് ആയ അരവിന്ദ് എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നേരെ റൂമിൽ കയറി കഥ കളിക്കും. പിന്നെ പാതിരാത്രി ആവാതെ അവനെ നോക്കണ്ട, അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ മീറ്റിംഗ് ആണെന്നാണ് സ്വാതി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. മുറി കയറി കഥ കടച്ചിരുന്ന് അവൻ ഓൺലൈനിലൂടെ പരിചയപ്പെടുന്ന ചില പെണ്ണുങ്ങളുമായിട്ട് മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കോൾസ് ഒക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഏതോ സ്ത്രീയോടൊപ്പം അവൻ അതേപോലെയുള്ള വീഡിയോ കോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫേസ് റിവീൽ ആവാതിരിക്കാൻ വേണ്ടി ഒരു മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. അവനുമായിട്ട് വീഡിയോ കോൾ കണക്ട് ആയിരിക്കുന്ന ആ സ്ത്രീയും അതൊരു മാസ്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ സ്ത്രീ നായകനോട് ഇനി നമുക്ക് ഫേസ് റിവീൽ ആക്കാന്ന് പറയുന്നു. നായകൻ അതിനെ മടിക്കുമ്പോൾ ഫേസ് റിവീൽ ആക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ വീഡിയോ കോളിൽ നിന്ന് പോകുന്നു അവൾ പറയുവാണ്. ഇത് കേൾക്കുന്ന നായകൻ അയ്യോ പോവല്ലേ, ശരി നിന്റെ ആഗ്രഹം പോലെ ഫേസ് റിവീൽ ആക്കാന്നും പറഞ്ഞ് അങ്ങനെ മാസ്ക് വരുന്നു. പിന്നീട് മാസ്ക് ഒന്നും ഇല്ലാതെ കുറെ നേരം വീഡിയോ കോളിൽ അവർ കണ്ടിന്യൂ ചെയ്യുവാണ്. പാതിരാത്രിയായിട്ട് അരവിന്ദ് വരാത്തതുകൊണ്ട് അരവിന്ദിന്റെ ഭാര്യ സ്വാതി റൂമിൽ പോയി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കുറെ ലേറ്റ് ആയിട്ടാണ് വീഡിയോ കോൾ എല്ലാം അവസാനിപ്പിച്ച് അരവിന്ദും വന്ന് കിടക്കുന്നത്. അങ്ങനെ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവൻ എഴുന്നേക്കുന്നത്. ഈ സമയത്ത് അവിടെയെങ്ങോ അവന്റെ ഭാര്യനെ കാണുന്നില്ല. അമ്പലത്തിൽ എല്ലാം പോയതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അത് കൂളായി വിടുന്നു. അങ്ങനെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒരു ചായ എല്ലാം കുടിച്ച് അവൻ വീണ്ടും കമ്പ്യൂട്ടറിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ സമയം മറ്റൊരു സ്ത്രീന്റെ അക്കൗണ്ടിൽ നിന്ന് അവനൊരു റിക്വസ്റ്റ് കിട്ടുവാണ്. അങ്ങനെ അവനത് അക്സെപ്റ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ആ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജും വരാൻ തുടങ്ങുന്നു. അങ്ങനെ ആരാ എന്താണെന്നൊന്നും അറിയാതെ നായകൻ അക്കൗണ്ടിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കുവാണ്. അങ്ങനെ അവർ തമ്മിൽ കുറെ നേരം ചാറ്റ് ചെയ്യുന്നു. നമ്മുടെ നായകന്റെ മെയിൻ പരിപാടി ഇതുപോലെ പെണ്ണുങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ആക്കി അവരെ വീഡിയോ കോളിൽ കൊണ്ടുവരുന്നതാണല്ലോ. സോ ഇപ്പൊ ഈ അക്കൗണ്ടിലേക്കും നായകൻ അത്തരത്തിലുള്ള മെസ്സേജ് അയക്കുന്നു. അതിനാ പെണ്ണ് ഓക്കെയും പറയുവാണ്. അങ്ങനെ ഒരു വീഡിയോ കോളിൽ കണക്ട് ആവുന്നു. സൽമാൻ ഖാന്റെ ഒരു മാസ്ക് എല്ലാം എടുത്ത് വെച്ചാണ് നായകൻ വീഡിയോ കോളിൽ വരുന്നത്. എന്നാൽ ആ സമയം അക്കൗണ്ടിൽ നിന്ന് നായകന് മെസ്സേജ് വരുന്നു. നിങ്ങൾ മാസ്ക് മാറ്റിയാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ കോളിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ, എന്റെ ഫേസ് റിവീൽ ആക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന നായകൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് അങ്ങനെ അവന്റെ മാസ്ക് എല്ലാം റിമൂവ് ചെയ്യുന്നു. ഈ സമയം അപ്പുറത്തെ സൈഡിൽ വീഡിയോ കോളിൽ വന്നിരിക്കുന്ന ആളെ കണ്ട് നായകൻ ആകെ ഞെട്ടിപ്പോവാണ്. അതൊരു പെണ്ണിന്റെ ഐഡിയ ആണെന്ന് വിചാരിച്ചോണ്ടല്ലേ നായകൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. എന്നാൽ അത് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ നായകനുമായിട്ട് വീഡിയോ കോളിൽ കണക്ട് ആയിരിക്കുന്നത് ഒരു വ്യക്തിയാണ്. അവന്റെ പേര് യോഹൻ എന്നാണ്. അങ്ങനെ ഇപ്പൊ കണക്ട് ആയിരിക്കുന്നത് പെണ്ണല്ല എന്ന് മനസ്സിലാക്കുന്ന അതേ സമയം തന്നെ, അതായത് ഇയാളുടെ ഫേക്ക് ഐഡിയ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അതേ സമയം തന്നെ ബ്രദർ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നായകൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അതായത് വീഡിയോ കോൾ കട്ട് ചെയ്ത് പോകാൻ തുടങ്ങുന്നു. താൻ കോൾ കട്ടിയില്ലേ, ഒരു 5 മിനിറ്റ് താൻ ഒന്ന് വെയിറ്റ് ചെയ്യ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഈ സമയത്ത് യോഹൻ പറയുന്നു. എന്നാൽ നമ്മുടെ നായകൻ അതൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ കോൾ എടുത്ത് അരവിന്ദിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ച് ഈ കാര്യം പറയുവാണ്. എടാ അരവിന്ദ്, നിന്നോട് ഞാൻ എത്ര നാളായിട്ട് പറയുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇനി വേണ്ടെന്ന്, നീ അത് ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ? ഇങ്ങനെയെല്ലാം പറഞ്ഞ ആദ്യം അവന്റെ ഫ്രണ്ട് അവനെ വഴക്ക് പറയുന്നു. ശരി, നീങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടരുത്. അതിൽ ഇനി ആ അക്കൗണ്ടിൽ നിന്ന് കോളോ മെസ്സേജ് അങ്ങനെ വന്നാ അതിന് റിപ്ലൈ ഒന്നും ചെയ്യാൻ പോകണ്ട. ശരി ഓക്കേടാന്നും പറഞ്ഞ ഈ സമയത്ത് നായകൻ ഫ്രണ്ടിന്റെ കോള് കട്ട് ചെയ്ത് പിന്നെയും ലാപ്ടോപ്പിന്റെ മുമ്പിലേക്ക് വരുവാണ്. ഈ സമയം ഐഡിയിൽ നിന്ന് ഒരുപാട് മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കോൾ എടുക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ്. എന്നാൽ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകൻ അതൊന്നും കാര്യമാക്കാതെ അതെല്ലാം ഫ്രീ ആയി വിടുന്നു. കുറെ നേരം കഴിഞ്ഞ് നായകന്റെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ വരുവാണ്. ആ വീഡിയോ കൊണ്ട് നമ്മുടെ നായകൻ അകഞ്ഞെട്ടുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നമ്മുടെ നായകൻ ഒരു സ്ത്രീനോടൊപ്പം ഇതുപോലെ ഫേസ് എല്ലാം റിവീൽ ആക്കി ഒരു വീഡിയോ കോൾ നടത്തുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ റെക്കോർഡഡ് വീഡിയോ ആണത്. അങ്ങനെ ഇത് കണ്ടാകെ ഭയന്നു പോകുന്ന നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ യോഹനുമായിട്ട് കോളിൽ കണക്ട് ആവുകയാണ്. എന്നിട്ട് നീ ആരാ, നിനക്ക് ഈ വീഡിയോ എങ്ങനെ കിട്ടി, നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ ഞാൻ പറയാം, നീ ശ്രദ്ധിച്ചു കേട്ടോ, നിന്റെ ലാപ്ടോപ്പ് ഞാൻ ഹാക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഇന്നലെ നീ നടത്തിയ വീഡിയോ കോൾ അല്ല ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തത്. ആ വീഡിയോ കോളിൽ നീ എന്തൊക്കെ ചെയ്തോ അതെല്ലാം കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നായകൻ വീണ്ടും ടെൻഷൻ ആവുന്നു. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ദേവി ഇതാ വീഡിയോ ഡിലീറ്റ് ആക്കി കളയണം. ഇത് കേൾക്കുന്ന യോഹൻ പറയുവാണ്, ഇപ്പൊ ഈ വീഡിയോ കോളിൽ നീ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഞാൻ സൂയിസൈഡ് ചെയ്യും, ഒരു മടിയും കൂടാതെ നീ അത് കാണണം. നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് വല്ല ഭ്രാന്തമുണ്ടോ? ഇങ്ങനെ അരവിന്ദ് ചോദിക്കുമ്പോൾ നീ അതിന് തയ്യാറായില്ലെങ്കിൽ നിന്റെ ഈ വീഡിയോ ഞാൻ വൈറലാക്കും, നിന്നെ നാറ്റിക്കുമെന്നൊക്കെ ഈ സമയത്ത് യോഹൻ പറയുന്നു. നായകനിപ്പോ ഒന്നും പറയാൻ കഴിയുന്നില്ല. ശരി നീ എനിക്ക് 5 മിനിറ്റ് സമയം താ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നായകൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നേരത്തെ ഈ കാര്യങ്ങൾ വിളിച്ചറിയിച്ച അവന്റെ ഫ്രണ്ടില്ലേ അവന് മെസ്സേജ് അയച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. കാര്യങ്ങൾ അറിഞ്ഞ നായകന്റെ ഫ്രണ്ട് നീ ടെൻഷൻ ആവണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്ത് നായകന്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് യോഹൻ ലാപ്ടോപ്പ് കൊണ്ടേ അവന്റെ ബാത്റൂമിൽ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ ബാത്ടപ്പിലാണ് കൈ മുറിച്ച് ഞാൻ മരിക്കാൻ പോകുന്നത്. സോ അരവിന്ദേ നീ അതിന് സാക്ഷിയായിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് യോഹൻ അങ്ങനെ സംസാരിക്കുന്ന സമയം നിനക്ക് എങ്ങനെ എന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം, ഇങ്ങനെ എല്ലാവരും എന്ത് ചോദിക്കുന്നു. അപ്പൊ യോഹൻ പറയുവാണ് അതൊക്കെ എനിക്കറിയാം. അപ്പൊ നായകൻ വീണ്ടും പറയുവാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ വീഡിയോ കോളും ചാറ്റെല്ലാം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. സോ എന്തിനു വേണ്ടി നീ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അതൊന്നും ഇപ്പൊ നിന്നോട് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയും പറഞ്ഞ അവന്റെ ചോദ്യങ്ങളിൽ നിന്ന് യോഹൻ ഒഴിഞ്ഞു മാറുന്നു. ഇതേ സമയം തന്നെ നായകൻ കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ ഫ്രണ്ട് അവിടേക്ക് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ വീഡിയോ കോളിൽ കണക്ട് ആയിരിക്കുന്ന യോഹൻ അറിയാത്ത രീതിയിൽ നായകന്റെ അടുത്ത് വന്നു നിന്ന് ഫ്രണ്ട് ആ വീഡിയോ കോളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയി വാച്ച് ചെയ്യുന്നു. ഇപ്പൊ വീഡിയോ കോളിൽ കണക്ട് ആയിരിക്കുന്ന യോഹൻ ഈ സമയം അരവിന്ദ് നിനക്ക് ഞാനൊരു സർപ്രൈസ് കാട്ടി തരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ലാപ്ടോപ്പ് ഒരു റൂമിലേക്ക് വരുന്നു. എന്നിട്ട്
എന്നിട്ട് അവിടെ ബെഡിൽ കിടക്കുന്ന ഒരു സ്ത്രീനെ കാട്ടിക്കൊടുക്കുവാണ്. ആ സ്ത്രീക്ക് ഒരു മാസ്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് നായകന് മനസ്സിലാവുകയാണ് ഈ സ്ത്രീ ഇന്നലെ രാത്രി നായകനുമായിട്ട് വീഡിയോ കോൾ കണക്ട് ആയി ആ സ്ത്രീയാണെന്ന്. കാരണം അവര് വെച്ച അതേപോലെ തന്നെ മാസ്ക് ആയിരുന്നു അത്. അങ്ങനെ ഇപ്പൊ എന്തായാലും ഇത് കണ്ട നായകന് മനസ്സിലാവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ത്രീക്കും ഈ യോഹനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. ഒരുപക്ഷെ അയാളുടെ ഭാര്യയായിരിക്കും ഈ സ്ത്രീ. സോ അവരുമായിട്ട് ഇന്നലെ അങ്ങനത്തെ വീഡിയോ കോൾ എല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും അയാൾ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഇപ്പൊ നായകൻ അവനോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന ആ സ്ത്രീയുമായിട്ട് എനിക്ക് മറ്റൊരു ബന്ധവുമില്ല. ഇന്നലെ ഞങ്ങൾ വീഡിയോ കോൾ കണക്ട് ആയി എന്നുള്ള കാര്യം സത്യമാണ്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല. ഈ സമയം യോഹൻ പറയുകയാണ്, അതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. ഇന്നലെ നീ വീഡിയോ കോളിൽ ഈ സ്ത്രീനോട് ചെയ്ത അതേ കാര്യങ്ങൾ ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന ഇവരോട് ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. ഇങ്ങനെയും പറഞ്ഞ് യോഹൻ ആ സ്ത്രീയുടെ ഡ്രസ് എല്ലാം റിമൂവ് ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന അരവിന്ദ് വേണ്ടെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നായകനെ നോക്കി അവൻ ചിരിക്കുവാണ്, ഒരു സൈക്കോനെ പോലെ. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീന്റെ മേത്ത് ഒരു പുതപ്പെല്ലാം എടുത്തിട്ട് അത് ഞാൻ നായകനോട് അവൻ പറയുവാണ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഫേസ് റിവീൽ ആക്കുന്ന ഒരു ശീലം നിനക്കില്ലേ? സോ ഈ പെണ്ണിന്റെ മുഖം കൂടി ഞാൻ നിനക്ക് കാട്ടിത്തരാം. ഇങ്ങനെയും പറഞ്ഞ് യോഹൻ ആ പെണ്ണിന്റെ മാസ്ക് മാറ്റുന്ന സമയത്താണ് ആ പെണ്ണാരാണെന്ന് അറിയുന്ന സമയം നായകനാകെ ഞെട്ടുന്നത്. അത് ഇന്നലെ നായകനുമായിട്ട് വീഡിയോ കോളിൽ കണക്ട് ആയ ആ സ്ത്രീ അല്ലായിരുന്നു, പകരം നായകന്റെ ഭാര്യ സ്വാതിയായിരുന്നു. എന്തായാലും ഈ കാഴ്ച കണ്ട നമ്മുടെ നായകൻ, എന്റെ ഭാര്യനെ നീ തട്ടിക്കൊണ്ട് വന്നില്ലടാ ഇങ്ങനെയും ചോദിച്ച് ആകെ ടെൻഷനായി കരയാൻ തുടങ്ങുന്നു. ഇതേ സമയം തന്നെ നായകന്റെ കൂടെയുള്ള അവന്റെ ഫ്രണ്ട് ഇനി ഇതിങ്ങനെ വിടാൻ കഴിയില്ല, എത്രയും വേഗം പോലീസിനെ അറിയിച്ച് യോഹനെ പിടികൂടണമെന്ന് വിചാരിച്ച് യോഹന്റെ ഫേസ് കിട്ടുന്ന രീതിയിൽ സ്ക്രീനിന്റെ ഒരു ഫോട്ടോ ഫോണിലെടുത്ത് അങ്ങനെ അതുമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇതേ സമയം യോഹനോട് നായകൻ പറയുകയാണ്, തെറ്റ് ചെയ്തത് ഞാനല്ലേ, സോ എന്തിനു നീ എന്റെ ഭാര്യനെ ഇങ്ങനെ ദ്രോഹിക്കണം? നിന്റെ ഭാര്യനെ ദ്രോഹിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്റെ ടാർഗറ്റ് നീ മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ ഒരു കോൾ ഗേളിനെ വിളിച്ചു വരുത്തി മറ്റൊരു ഐഡിയയിൽ നിന്ന് നീയുമായിട്ട് കണക്ട് ആക്കി അങ്ങനെ ഒരു വീഡിയോ കോൾ വരെ ഞാൻ സെറ്റ് ആക്കിയത്. ഇങ്ങനെയല്ലേ യോഹൻ പറയുന്ന സമയം യോഹൻ തന്നെ കൊടുക്കാൻ വേണ്ടി ഒരു പക്ക പ്ലാനിംഗ് നടത്തി എന്നുള്ള കാര്യം നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് യോഹനെ പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ നായകന്റെ ഫ്രണ്ടിനെ കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ അവൻ പോലീസുകാരുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാര് ആ യോഹൻ ആരാണെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ യോഹനെ പറ്റി മനസ്സിലാക്കുന്നു. ആക്ച്വലി യോഹൻ ഒരു അനാഥനായിരുന്നു, ഒരു ഓർഫനേജിലാണ് അവൻ പഠിച്ചു വളർന്നത്. അങ്ങനെ കല്യാണപ്രായം എത്തിയപ്പോൾ സംസാരശേഷിയില്ലാത്ത ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ അവൻ കല്യാണം കഴിച്ചു. അവള് ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അത്ര നാളും ആരും ഇല്ലാത്ത അവന് അവൾ ശരിക്കും പറഞ്ഞൊരു തുണയായി മാറുവാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് അവള് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഏഞ്ചലിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ യോഹനുമായിട്ട് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പേപ്പറിൽ എഴുതി കാണിച്ചൊക്കെയായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയം നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടക്കുവാണ്. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് നൈറ്റ് വീഡിയോ എങ്ങനെയോ ലീക്ക് ആവുന്നു, അതായത് ഇന്റർനെറ്റിൽ വരുവാണ്. അവര് പുറത്തു പോകുന്ന സമയം ആ വീഡിയോ കണ്ട പലരും ഇതാ വീഡിയോയിൽ കണ്ട കപ്പിൾസ് അല്ലെന്നും പറഞ്ഞ് അവരോട് മോശമായിട്ട് പെരുമാറുന്ന സമയമാണ് അവര് പോലും ഈ കാര്യം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് അവരെല്ലാവരുടെയും മുമ്പിൽ ഒരുപാട് നാണം കിടുന്നു. ഈ ഒരു കാര്യം സഹിക്കാനാവാത്തതുകൊണ്ട് തന്നെ അടുത്ത സീനിൽ യോഹൻ ഏഞ്ചലിനെ അച്ഛനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞ് അയാളെയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ കാര്യം പറയുന്നു. എന്നിട്ട് ഇപ്പൊ ഇന്റർനെറ്റിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ആക്കാൻ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുവാണ്. എന്നാൽ ആ സമയം പോലീസുകാര് യോഹനെ തെറ്റിദ്ധരിക്കുവാണ്. ഇത് നീ കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്താണോടാന്നൊക്കെ അവർ ചോദിക്കുന്നു. സാറേ, വീഡിയോയിലുള്ളത് ഞാനും എന്റെ ഭാര്യയല്ലേ, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഈ സമയത്ത് യോഹൻ ചോദിക്കുന്നു. അല്ല, മനുഷ്യന്മാരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ഈ സമയത്ത് പോലീസുകാർ പറയുന്നു. അങ്ങനെ അവരറിയാതെ ആരോ അത് വീഡിയോ എടുത്ത് അങ്ങനെ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്താണെന്നുള്ള കാര്യം ഈ സമയത്ത് യോഹൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ശരി, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് പോലീസുകാര് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ യോഹൻ ഇങ്ങനെ പോലീസുകാരോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. എത്രയും വേഗം അവരെ ഹെൽപ്പ് ചെയ്യും, ആ വീഡിയോ ഇന്റർനെറ്റിൽ നിന്ന് ഡിലീറ്റ് ആക്കുമെന്നൊക്കെ അവൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. പോലീസുകാർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതേ സമയം കൊണ്ട് നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ആ വീഡിയോ കാണുവാണ്. ഈ ഒരു കാരണം കൊണ്ട് യോഹനും ഏഞ്ചലിനും നാട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറുന്നു. അങ്ങനെ നാട്ടുകാരുടെ കളിയാക്കല് കൊണ്ട് ഒരു മങ്കി ക്യാപ്പ് എല്ലാം വെച്ച് മുഖം മറച്ചാണ് യോഹൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും. അങ്ങനെ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് യോഹൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. സാറേ, ഇതുവരെ നിങ്ങൾ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ആക്കിയില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ആ സൈറ്റ് ഒന്ന് ബ്ലോക്ക് എങ്കിലും ചെയ്യും, ഇങ്ങനെയെല്ലാം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന പോലെ അത് ബ്ലോക്ക് ചെയ്യാന്നുള്ളത് അത്ര ഈസി അല്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പോലീസുകാർ കൈ ഒഴിയുവാണ്. അങ്ങനെ ഇപ്പൊ വേറെ നിവൃത്തിയില്ലാതായി പോകുന്ന അവനാണെങ്കിൽ തലമുടിയും താടിയെല്ലാം വടിച്ച് അവന്റെ അപ്പിയറൻസ് ഫുള്ള് ചേഞ്ച് ചെയ്യുന്നു. അതായത് പുറത്തിറങ്ങി നടന്ന ആൾക്കാർ മനസ്സിലാക്കാത്ത രീതിയിൽ അവൻ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നു. പുറത്തിറങ്ങിയ ഏഞ്ചലിനെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അവളെ ആണെങ്കിൽ പുറത്തേക്കൊന്നും ഇറക്കുന്നുമില്ല, അവൻ വീട്ടിൽ തന്നെ ഇരുത്തുവാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ വീട്ടിൽ അവള് സേഫ് ആണെങ്കിലും ഉറങ്ങുന്ന സമയത്തൊക്കെ ആ വീഡിയോ പുറത്തു വന്ന കാര്യവും അത് കണ്ട ആൾക്കാർ അവളെ കളിയാക്കുന്നത് പോലുള്ള വിഷ്വൽസ് എല്ലാം അവളുടെ മനസ്സിലേക്ക് അങ്ങനെ വരുവാണ്. സോ ആ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ അവൾ മാനസികമായിട്ട് ഒരുപാട് ബാധിക്കുന്നു. അങ്ങനെ അതുപോലെ ഒരു ജീവിതം ഇനി വേണ്ടാന്ന് വിചാരിച്ച് അവൾ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയുടെ പുറത്ത് യോഹനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് പേപ്പറിൽ അങ്ങനെ എഴുതി കാണിച്ച്, അതായത് നമ്മളോട് ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആൾക്കാരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല, അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു പേപ്പറിൽ അതെല്ലാം എഴുതി കാണിച്ച് അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിനുശേഷം അവൾ സൂയിസൈഡ് ചെയ്യുവാണ്. അടുത്ത സീനിൽ വീട്ടിലേക്ക് എത്തിയ യോഹൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആകെ തകർന്നു പോകുന്നു. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് നടന്നതെന്ന് ഈ സമയത്ത് പോലീസുകാര് യോഹനെ പറ്റി അന്വേഷിച്ച് ഈ അരവിന്ദിന്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട അരവിന്ദിന്റെ ഫ്രണ്ട്, സാറേ, ആ കേസിന് പുറകിലുള്ള പ്രതികളെ കണ്ടുപിടിച്ചായിരുന്നു എന്ന് ഈ സമയത്ത് ചോദിക്കുന്നു. അവരുടെ വീട്ടിൽ പ്ലംബിംഗ് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ് ഒരു സീക്രട്ട് ക്യാമറ അവിടെ ഒളിപ്പിച്ചു വെച്ചത്. അതിനുശേഷം അയാളെ പോലീസുകാർ പിടികൂടിയായിരുന്നു. അവരുടെ വീട്ടിൽ സെറ്റ് ചെയ്ത പോലെ അയാൾ പണിക്ക് പോയ പല വീട്ടിലും അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ റെക്കോർഡ് ചെയ്തെടുക്കുന്ന വീഡിയോസ് ഒന്നും അവൻ ഇന്റർനെറ്റിലൊന്നും പബ്ലിഷ് ചെയ്യാറില്ലായിരുന്നു. ഇതുപോലെ വീഡിയോസ് എല്ലാം റെക്കോർഡ്
റെക്കോർഡ് ചെയ്തെടുത്ത് അത് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി പെൻഡ്രൈവിൽ അയാൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഒരു ദിവസം പണിക്ക് പോയി തിരികെ വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ പെൻഡ്രൈവ് നഷ്ടമായി എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പെൻഡ്രൈവ് കിട്ടിയ വ്യക്തി അയാളായിരിക്കും അതെല്ലാം ഇന്റർനെറ്റിൽ പബ്ലിഷ് ആക്കിയത്. അയാളെ കണ്ടുപിടിക്കാൻ ഇതുവരെ പോലീസർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നായകന്റെ ഫ്രണ്ട് ശരി പോലീസരെ പിടിച്ച ആ പ്ലംബർ ഉണ്ടല്ലോ, അതായത് ആ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്ത അയാൾക്ക് എന്ത് ശിക്ഷ പോലീസ് വാങ്ങിക്കൊടുത്തേന്ന് ചോദിക്കുന്നു. അയാൾക്ക് 3 കൊല്ലത്തെ തടവ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് റിലീസായ അയാള് എന്തോ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. ഇപ്പോഴാണ് അയാളുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാട്ടിത്തരുന്നത്. അന്ന് ചെയ്തു പോയ തെറ്റിന് ജയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞ് അയാൾ ഇറങ്ങി വരുമ്പോൾ കിട്ടിയ ശിക്ഷ ഒന്നും അല്ലാന്നും പറഞ്ഞ് യോഹനാണ് അയാളെ പിടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് അയാളെ കൊന്നു കളഞ്ഞത്. പോലീസുകാർ അന്വേഷിക്കുമ്പോൾ അതൊരു അപകടമായി തോന്നുന്ന പോലെ അവനത് ചിത്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായകനുമായിട്ട് കണക്ട് ആയിരിക്കുന്ന യോഹനെ കാണിക്കുന്നു. ഞങ്ങളുടെ ആ പ്രൈവറ്റ് വീഡിയോ നീ കണ്ടിട്ടില്ലേന്ന് ഈ സമയത്ത് യോഹൻ നായകനോട് ചോദിക്കുവാണ്. ആ 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഈ സമയത്ത് നായകൻ പറയുന്നു. നീ എന്നോട് നോണ പറയണ്ട, നിന്റെ ലാപ്ടോപ്പ് ഞാൻ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, സോ നീ എത്ര തവണ അത് കണ്ടു എന്നുള്ള കണക്കെല്ലാം എനിക്കറിയാം. ഇത് കേൾക്കുന്ന അരവിന്ദിന്റെ ഉത്തരം മുട്ടുവാണ്. ഇതേ സമയം തന്നെ യോഹൻ പറയുവാണ്, ഞങ്ങളുടെ വീഡിയോ എടുത്ത പ്ലംബർക്ക് തക്കതായ ശിക്ഷ ഞാൻ കൊടുത്തു. എന്നാൽ അയാളെക്കാളും വലിയ തെറ്റ് ചെയ്ത മറ്റൊരാൾ ബാക്കിയുണ്ട്. അത് ആ വീഡിയോ പബ്ലിഷ് ചെയ്തവനാണ്. സോ അവന് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യോഹൻ ഇപ്പൊ അരവിന്ദിനോട് ഈ കാര്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യോഹന്റെ അവന്റെ ഭാര്യന്റെ ആ വീഡിയോ ലീക്ക് ചെയ്ത് വിട്ടത്, അതായത് അത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് നമ്മുടെ നായകനായ അരവിന്ദാണെന്ന്. അതെ, അന്ന് വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ആ പ്ലംബറിന്റെ പെൻഡ്രൈവ് കിട്ടുന്നത് നമ്മുടെ നായകനായിരുന്നു. അങ്ങനെ പെൻഡ്രൈവിലുള്ള ഇവരുടെ മാത്രമല്ല ബാക്കി കുറെ വീഡിയോസും അതുപോലെ നമ്മുടെ നായകൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് നായകന് കാര്യങ്ങളെല്ലാം കണക്ട് ആയത്. അന്ന് ചെയ്തു പോയ ഒരു തെറ്റിന്റെ പുറത്താണ് ഇപ്പൊ യോഹൻ ഇങ്ങനെയെല്ലാം ഇവനോട് പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ യോഹനോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, പറ്റിപ്പോയതെല്ലാം വലിയ തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കണം. ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. അങ്ങനെ നിന്നെ എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല. നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയണം. നിനക്ക് കിട്ടേണ്ട ശിക്ഷ അതാണ്. നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഇതുപോലുള്ള നിന്റെ വീഡിയോ കോൾസും കാര്യങ്ങളെല്ലാം ഞാനൊരു സിനിമ പോലെ റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഓൺ റെക്കോർഡിംഗ് ആണ്. സോ ഈ കാര്യങ്ങളെല്ലാം നീ അന്ന് ചെയ്ത പോലെ ഇന്റർനെറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. യോഹൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ നായകൻ ഈ സമയത്ത് അങ്ങനെ ചെയ്യില്ലേ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ യോഹൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നായകന്റെ ഭാര്യന്റെ ഡ്രസ്സ് റിമൂവ് ചെയ്ത ആ വീഡിയോ മാത്രം അവളുടെ ലൈഫിനെ പറ്റി ആലോചിച്ചുകൊണ്ട് യോഹൻ ലീക്ക് ആകുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞ പോലെ ഒരു സിനിമ പോലെ റെക്കോർഡ് ചെയ്ത് അതല്ലേ ഇപ്പം ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുവാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ആ ലാപ്ടോപ്പുമായിട്ട് നേരെ ബാത്റൂമിലേക്ക് വന്ന് അരവിന്ദ് കാണുന്ന പോലെ അവനെ കാണിച്ചുകൊണ്ട് യോഹൻ സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും യോഹൻ ഇപ്പോഴുള്ള സ്ഥലമെല്ലാം ട്രാക്ക് ചെയ്ത് അരവിന്ദിന്റെ ഫ്രണ്ട് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തുന്നു. അങ്ങനെ വാതിലെല്ലാം പൊളിച്ച് അവരകത്ത് കയറുന്ന സമയത്താണ് ബോധമില്ലാതെ കിടക്കുന്ന നായകന്റെ ഭാര്യനെ അതുപോലെ ബാത്റൂമിൽ മരിച്ചു കിടക്കുന്ന യോഹനെയും കാണുന്നത്. എന്തായാലും യോഹൻ ആഗ്രഹിച്ച പോലെ അവന്റെ ജീവിതം ഇല്ലാതാക്കിയ നായകനോടുള്ള പ്രതികാരം അവൻ വേണ്ട രീതിയിൽ ചെയ്തു. സോ ഇപ്പൊ ഇങ്ങനെ ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.